ഇപ്പൊ സെൻജിങ്ങിന്റെ കാലുവേദന മാറിയ ഉടനെ അവൾ പഴുതല കമ്പനിക്ക് പോയി തുടങ്ങും. പക്ഷെ ഇതേ സമയം അവൻ ഇവളോർത്ത് വിഷമിച്ച് അത് കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ പാർസൽ ചെയ്ത് കൊടുക്കുമ്പോൾ അത് കണ്ടിട്ട് അവൾ സന്തോഷത്തി അതൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചോണ്ടിരിക്കും. എന്നിട്ട് അവനെ ഫുഡൊക്കെ തണുത്തോന്നറിഞ്ഞ് ഇവൾക്ക് മെസ്സേജ് ചോദിക്കുമ്പോൾ അവൾ അതൊന്നും കുഴപ്പമില്ലെന്നറിഞ്ഞ് ഇപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. അങ്ങനെ അവനും ചാറ്റ് ചെയ്തതിനു ശേഷം ചെന്നിന്റെ അങ്കിൾ യാങ് ആണ് മറ്റേ സ്റ്റാർസിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് അവിടെ ഏതോ ഒരു പ്രോഗ്രാമിന്റെ നോട്ടീസ് ആണ്. അങ്ങനെ ഇത് കണ്ട് അവനും ഇതിന് സെൻജിങ്ങിനെ വിളിച്ചോണ്ട് പോകണമെന്നറിഞ്ഞ് അവൻ പ്ലാൻ ചെയ്യും. അങ്ങനെ അതുകൊണ്ട് വീട്ടിൽ വെച്ച് അവനും അവളോട് ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ അവൾ ഇവനോർത്ത് വിഷമിച്ചിട്ട് ഇന്നെ തൊട്ട് ഇവൾക്ക് വേണ്ടി ഫുഡൊന്നും ഉണ്ടാക്കി തരണമെന്ന് പറയും. അപ്പോഴാണ് അവനും അതും തോറ്റെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവൾ ഇവന് പഠിക്കാൻ കുറെ ഉണ്ട്, അതിന്റെ കൂടെ പാർട്ട് ടൈമിനും പോകുമ്പോൾ ഇവന് പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അവൻ അതൊന്നും കുഴപ്പമില്ലെന്ന് ഇവളോട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവളാണ് അവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ഫുള്ള് ഗുണമായെന്ന് പറഞ്ഞ് ഇവൻ ആദ്യം പഠിക്കാൻ പറയുമ്പോൾ അവൻ ചെറുതായിട്ട് അപ്സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇവനല്ലേ ഒരാണായിട്ട് ഇവനെ കാണാൻ പറഞ്ഞു ചോദിക്കും. അതുകൊണ്ട് അവന് സൈലന്റ് ആയിട്ട് എങ്കിൽ പിന്നെ ചേച്ചി നമുക്കൊരു ഡേറ്റിന് പോയാലോ, സ്റ്റാർസിനെ കാണാനുള്ള ഒരു പ്രോഗ്രാം ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ പോവാം എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവളും സൈനൊക്കെ ചെയ്തിട്ടാണോ ഇവളെ ഡേറ്റിന് വിളിക്കുന്നത് ചോദിക്കും. അപ്പോഴാണ് അവനും ചെറിയ ടെൻഷൻ ആയിട്ടിരിക്കുമ്പോൾ ഇവളും എന്തായാലും ചുമ്മാ ഇരിക്കുമല്ലേ നമുക്കൊന്ന് കറങ്ങിട്ടരാന്ന് പറഞ്ഞ് അവൾ ഓക്കെ പറഞ്ഞ ഉടനെ അവനും അതിൽ അങ്ങ് സന്തോഷമാകും. അങ്ങനെ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഇവന് നാളെ അവളുടെ കൂടെ ഡേറ്റിന് പോകുന്നുണ്ട്. ഇന്ന് രാത്രി അവളുടെ കൂടെ ഒരുമിച്ച് വീട്ടിൽ പോകാന്ന് പറഞ്ഞ് അവൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ പുറത്ത് ഇവൻ ചെന്ന് വെയിറ്റ് ചെയ്യും. അപ്പോഴാണ് അവനവിടെ വെച്ച് അവളവളുടെ ബോസായിട്ട് ഒരുമിച്ചിരുന്ന് കാണുന്നത്. പക്ഷെ ഇവൻ നോക്കുമ്പോൾ അവർ തമ്മിൽ കുറച്ച് ക്ലോസ് ആയിട്ടിരിക്കുന്ന പോലെ ഫീൽ ആവുന്നത്. അതുകൊണ്ട് തന്നെ അവനും ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുമ്പോൾ പിന്നീട് ഇവളവളുടെ ബോസായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ വീണ്ടും അവിടേക്ക് വന്നിട്ട് അവളെ ഫോഴ്സ് വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പോയിട്ട് അവളും ഇവൻ എന്തോ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവളുടെ കൈ വേദനെടുക്കുമെന്ന് പറയുമ്പോൾ അവൻ ഇപ്പൊ കണ്ടത് ആരാന്ന് പറഞ്ഞ് ചേച്ചിക്ക് അവനാണ് ഇഷ്ടം ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട അവളും ലീവ് നിനക്ക് എന്തോ പറ്റി, അതെന്റെ ബോസാ, കൂടാതെ എനിക്കും അയാൾ ഇഷ്ടമല്ല, അയാൾക്ക് തന്നെ ഇഷ്ടമല്ല എന്നിന് ഇവള് പറയുമ്പോൾ തന്നെ അവനും ഇതുവരെ ഇവൾ ഇത്രയും ക്ലോസ് ആയിട്ട് ആരോട് സംസാരിച്ചിട്ട് കണ്ടിട്ടില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഇവന് വിശ്വാസമായില്ല, അയാൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ച് ഇവന്റെ സംശയമൊക്കെ തീർക്കണമെന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മി ഇതുവരെ ഒരു റിലേഷൻ ആയില്ല, അതിനുമ്പ് ഇവന് ഡൗട്ടൊക്കെ വന്നു തുടങ്ങിയെന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് അവളും ദേഷ്യത്തിൽ ഇവനെ ഇപ്പൊ വീട്ടിൽ പോകാൻ പറയുമ്പോൾ അടുത്ത സെക്കൻഡ് തന്നെ അവൻ ഇവളടിപ്പിച്ച് കിസ് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് അവൾ ഷോക്കായി ഇവൻ എന്തോ ഇപ്പൊ കാണിച്ചെന്ന് ചോദിക്കുമ്പോൾ തന്നെ അവന് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ചേച്ചിക്ക് എന്നോട് ഇഷ്ടമല്ലെങ്കിലും ഞാൻ അവസാനം വരെ ചേച്ചി ഇഷ്ടപ്പെടുമെന്ന് അവനും പറയുമ്പോൾ തന്നെ പെട്ടെന്ന് അവൾ അവനെ കിസ് ചെയ്യും. കാരണം ഇവൾക്കും തിരിച്ച് അവനോട് സ്നേഹമുണ്ട്. അതിനുശേഷം രണ്ടുപേര് വീട്ടിൽ വെച്ച് ഇപ്പൊ കിസ് ചെയ്താൽ വെച്ച് ഷൈ ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവളും ഇവ ഹോസ്റ്റലിൽ പോകുന്നതിലും ചോദിക്കുമ്പോൾ അവന് സമയം 12 കൂടാതെ നാളെ ശനിയാഴ്ച ആയതുകൊണ്ടല്ലേ നമ്മൾ കറങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞ് അവന് ഹോസ്റ്റലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയുമ്പോൾ ഇവളുടെ അടുത്ത് എന്തോ പറയണമെന്ന് അറിയാതെ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വന്നിട്ട് എന്തായാലും കിസ്സൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഡേറ്റിന് പോകാൻ പറയും. അപ്പോഴാണ് അവനും കുറച്ച് വിഷമിച്ച് കിസ് ചെയ്തുകൊണ്ട് മാത്രമാണോ ഡേറ്റിന് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ അങ്ങനൊന്നുമല്ല, ഇവനോടും തിരിച്ച് ഇഷ്ടം ഉണ്ടായിട്ടാന്ന് പറയും. എന്നും പറഞ്ഞ് ഇവൻ പെട്ടെന്ന് അങ്ങനെ കിസ് ചെയ്തോണ്ട അവൾ പെട്ടെന്ന് ഈ തീരുമാനമൊക്കെ എടുത്തേന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് നടന്ന മാരേജ് ലൈഫ് ഒന്നും സക്സസ് ആയില്ല, പക്ഷെ ആ സമയം കടന്നു പോകാൻ ഇവനാ സഹായിച്ചെന്ന് പറഞ്ഞ് ആ സത്യം അവൾക്കിപ്പോ മനസ്സിലായെന്ന് പറയുമ്പോൾ തന്നെ അവന് ഭയങ്കര സന്തോഷമായി. അതിനുശേഷം അവളും ഇനിയിപ്പോ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയിട്ട് നമ്മുടെ ബന്ധത്തിന് നോക്കുന്നവൻ ചോദിക്കുമ്പോൾ അവൻ അപ്പം തന്നെ ചാടി എഴുന്നേറ്റ് തീർച്ചയായിട്ടും എന്നിന് അവളെ ഹഗ് ചെയ്യും. അങ്ങനെ അതോടെ അവസാനം അവൻ ആഗ്രഹിച്ച പോലെ തന്നെ ഇവളെന്തിരി ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് അവനും ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കുറെ കാത്തിരുന്നറിഞ്ഞിട്ട് അവളോട് ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവർ തിരിച്ച് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ ഉറങ്ങിയോന്നൊക്കെ മെസ്സേജ് ചോദിച്ചിട്ട് ഇന്നോട്ട് അവൻ ബോയ് ഫ്രണ്ട് എല്ലാം ചോദിക്കും. അപ്പോഴാണ് അവളും ബോയ് ഫ്രണ്ട് മാത്രമല്ല ഇവനൊരു മണ്ടനും കൂടെയാന്ന് പറഞ്ഞ് അവളെ വെച്ച് റിപ്ലൈ ഇടുമ്പോൾ തന്നെ അവൻ ഇതുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവൻ ഇവളെ കുറെ മിസ് ചെയ്യാന്ന് പറഞ്ഞ് ഇവളെ ഒന്ന് കാണട്ടെ ചോദിക്കുമ്പോൾ അവളാണ് കണ്ടിട്ട് ഒരു 5 മിനിറ്റ് പോലും ആയി കാണത്തില്ല, കൂടാതെ റൂമും തൊട്ടടുത്താന്ന് അവൾ പറയുമ്പോൾ അവനൊരു സെക്കൻഡ് ഒന്ന് പുറത്തേക്ക് വരാൻ പറയും. അപ്പോഴാണ് ഇവളും കുറച്ച് നാണിച്ചിട്ടൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ അവൻ പെട്ടെന്ന് ഇവൾ ഹഗ് ചെയ്തിട്ട് ഇവളെ വിട്ട് ഒരു സെക്കൻഡ് പോലും അവന് മാറി നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും എന്നും പറയും നമുക്ക് കിടന്ന് ഉറങ്ങണ്ടേന്ന് പറഞ്ഞ് അവനെ അങ്ങ് പറഞ്ഞയക്കും. എന്നിട്ട് അടുത്ത ദിവസം ഇവന് സ്റ്റാർസ് കാണാൻ വേണ്ടി സെൻജിനെ വിളിച്ചുകൊണ്ട് അവരുടെ കൂടെ ചെല്ലുമ്പോൾ ഇവനാണ് അവള് പൊക്കിയെടുത്തോണ്ട് ആ വെള്ളത്തിൽ നനയിപ്പിക്കാതെ കൊണ്ടുപോകും. അപ്പോഴാണ് ഇത് കണ്ട അവസാന കൂട്ടുകാരനും പെട്ടെന്ന് എന്തോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ചേച്ചോലി ഇവനെ സമ്മതം തന്നാന്ന് ചോദിക്കുമ്പോൾ അവ മതത്തി സന്തോഷിച്ച് ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ചിഹ്നം എടാ കൊച്ചുള്ള എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലേ നമ്മളൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ എന്നിന് അവൻ ചോദിക്കുമ്പോൾ ലീവ് ആണ്, ഇന്നലെ സെറ്റ് ആയതേ ഉള്ളു, കൂടാതെ ആദ്യം അറിയും നീയാന്ന് പറഞ്ഞിട്ട് അവൻ പറയുമ്പോൾ തന്നെ ഇവന്റെ അങ്കിളും അവനോട് ശല്യപ്പെടുത്താതെ ഇങ്ങോട്ടേക്കും സഹായിക്കാൻ പറയും. അതിനുശേഷം രാത്രി ഒരു സ്റ്റാർസെ കാണാൻ വേണ്ടി അവിടെ തന്നെ ഇരിക്കുമ്പോൾ ലീവ് ആണ് നടന്നു പോകുന്ന വഴിക്ക് സെഞ്ചിന്റെ കൈ പിടിച്ച് ഒരുമിച്ച് നടക്കാൻ നോക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അവളും അവന്റെ കൈ പിടിച്ച് അവൾ ഒരുമിച്ച് നടന്നു പോകുമ്പോൾ അവിടെ മിന്നാമിനിങ്ങ കണ്ട് അവൾ അടുത്ത് ചെന്ന് ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഇവൾക്കത് ഒത്തിരി ഇഷ്ടപ്പെടുന്ന മനസ്സിലാക്കി അന്ന് രാത്രി കടന്നുറങ്ങുന്ന മുമ്പേ തന്നെ ഇവൾക്ക് വേണ്ടി അവൻ ആ മിന്നാമിനിങ് ഗിഫ്റ്റ് ആയിട്ട് പുറത്ത് പ്രസന്റ് ചെയ്തിട്ട് പോകും. അങ്ങനെ അതിനുശേഷം അവളത് എടുത്തു നോക്കുമ്പോഴാണ് ഇവനോട് വച്ചിട്ട് പോയേക്കുന്നുണ്ട്, അവൾ സന്തോഷപ്പെടും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം സെൻജിങ്ങിനെ കാണാൻ വേണ്ടി ഇതിനുമ്പോൾ അവൾ പരിചയപ്പെട്ട ആ ലേഡി വിളിക്കും. അങ്ങനെ ഇവർ തമ്മി ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആയി, കൂടാതെ ഇവരാണ് ഫ്യൂച്ചറിൽ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ട് മാറുന്നത്. അപ്പോഴാണ് സെൻജിങ്ങും ഇവരെന്തിനാ ജോലി കളഞ്ഞിട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ അവരും പേഴ്സണൽ കാര്യമായിട്ട് അവിടെ കുറെ പ്രശ്നമായി അങ്ങനെ ഇറങ്ങി വന്നതാന്ന് പറയും. അതുകൊണ്ട് തന്നെ അവരിനി തൊട്ട് സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ആദ്യം തൊട്ട് പോകാൻ പോകുന്ന പറയുമ്പോൾ സെൻജിങ് സന്തോഷത്തി എങ്കിൽ പിന്നെ ആ ധൈര്യമായിട്ട് തീരുമാനം പറഞ്ഞ് അവളെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറയും. അങ്ങനെ ഇത് കേട്ട് അവരും അതിന് കുറെ ആൾക്കാർ ആവശ്യമുണ്ട്, ഇവളുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഒരു പ്രശ്നമല്ല
പ്രശ്നമില്ലാതെ എല്ലാം എളുപ്പമായിട്ട് തീർന്നു പറഞ്ഞ് ഇവൾക്ക് താല്പര്യമുണ്ട് എപ്പം വേണമെങ്കിലും അവൾ സ്റ്റാർട്ട് ചെയ്ത കമ്പനി ജോയിൻ ആകാൻ പറയും. അപ്പോഴാണ് സെൻജിങ് എന്താണെന്ന് അറിയാതെ തൽക്കാലം അവളൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവരും അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് എന്തായാലും സെൻജിങ്ങിന് വേണ്ടി ഈ കമ്പനി എപ്പോഴും ഓപ്പണില്ലെന്ന് പറയും. അതുകൊണ്ട് എപ്പം വേണമെങ്കിലും വരാം, നല്ല സാലറിയോട് തന്നെ അവിടെ ഫ്രീഡം ആയിട്ട് പണി ചെയ്യാന്ന് പറയുമ്പോൾ സെൻജിങ് ആലോചിച്ചിട്ട് എന്തായാലും വരുവാണെങ്കിൽ പറയാന്ന് പറയും. എന്നിട്ട് ഇവിടെ വൈകിട്ട് ലീവും സെൻജിങ് ഒന്ന് പിക്കപ്പ് ചെയ്യേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് അതേസമയം അവളും കാറുമായിട്ട് അവിടേക്ക് വരും. അങ്ങനെ അതിനുശേഷം ഇവർ ഒരുമിച്ച് പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അവനും ഇന്ന് അവന്റെ ചെലവെന്ന് പറഞ്ഞിട്ട് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചോളാൻ പറയും. അതിനുശേഷം അവൾ ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവനൊന്നും കഴിക്കാതെ അവളെ തന്നെ നോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൾ എന്തെങ്കിലും കഴിച്ചില്ലേ ഫുൾ അവൾ തന്നെ തീർക്കുമെന്ന് പറയും. അപ്പോഴാണ് അവനും അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ചേച്ചി കഴിക്കുന്ന കണ്ടാവെന്ന് പറഞ്ഞ് അവനിങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് പറയുമ്പോൾ തന്നെ ഇത് കേട്ട് അവൾ കാണിച്ചിട്ട് എങ്കിൽ പിന്നെ ഇവൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോഴാണ് അവനൊന്നും പറയാതെ ചറക്ക നാണിച്ചൊക്കെ ഇരിക്കുമ്പോൾ അവളാണ് സൗന്ദര്യം കണ്ടിട്ടാണോ വീണേന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും പിന്നല്ലാതെ എൻ്റെ ഗേൾ ഫ്രണ്ടിന് നല്ല സൗന്ദര്യമല്ലേ എന്നതിന് അവൾ പറഞ്ഞ ഡയലോഗ് വെച്ച് തന്നെ അവൻ തിരിച്ച് ഉത്തരം കൊടുക്കും. അതിനുശേഷം അടുത്ത ദിവസമാണ് ഇവിടെ ടാവോ ചെന്നിനെ കാണാൻ വന്നിട്ട് ഇവൻ ശനിയാഴ്ച ഫ്രീ ആണെന്ന് ചോദിക്കും. അങ്ങനെ ആ സമയത്താണ് ഇവരുടെ കോളേജിലെ ഫേമസ് ആയിട്ടുള്ള കൊച്ചവിടേക്ക് വന്നിട്ട് ഇവൻ ഞായറാഴ്ച ഫ്രീ ആണെന്ന് ചോദിക്കുമ്പോൾ അവൻ പെടുന്ന് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് എന്തോ പരിപാടിയും ചോദിക്കും. അപ്പോഴാണ് അവളും ഇവന്റെ അടുത്ത് കുറച്ച് കാര്യം സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് അവളുടെ ചെലവിന് ഫുഡ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് അവൾ സന്തോഷിച്ച് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവിടെ ടാവോ ദേഷ്യത്തി ഒരു നോട്ടം നോക്കുമ്പോൾ അവനും ഈ കോളേജിലെ ഫേമസ് ആയിട്ടുള്ള ഗേൾ അവന് സംസാരിച്ചെന്ന് പറയും. അങ്ങനെ ആ സമയത്ത് അവിടേക്ക് ലീവ് വന്ന ഉടനെ പെട്ടെന്ന് അവളാണ് ഞായറാഴ്ച ഇവളുടെ കൂടെ ഒരു മ്യൂസിക് ഷോ കാണാൻ വരുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഞായറാഴ്ച പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ ടിക്കറ്റ് കൊടുത്തിട്ട് എങ്കിൽ പിന്നെ ഇവന് കൂട്ടിന് വരാൻ പറയും. പക്ഷെ അവനാണ് എങ്കിൽ പിന്നെ ചെൻ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ അസൂയപ്പെട്ട് ചെന്നൊരു പെങ്കൊച്ചായിട്ട് ഡേറ്റിന് പോകുന്ന പറഞ്ഞിട്ട് നമുക്ക് പോകുന്ന അവനോട് പറയും. അങ്ങനെ അതിനുശേഷം ചെന്നിന് ഇത് ഹേർട്ടായിട്ട് അപ്പം തന്നെ ലീവിന്റെ അടുത്തേ ചെന്ന് ഇവ രണ്ട് മാത്രം എന്താ ഒറ്റയ്ക്ക് വന്നെന്ന് പറഞ്ഞ് അവന് ചോദിക്കുമ്പോൾ ലീവും ഇവനല്ല വേറെ പെങ്കൊച്ചായിട്ട് അന്ന് ഡേറ്റിന് പോകുന്നതെന്ന് ചോദിക്കും. കൂടാതെ അവനെ കൊണ്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ചെന്നിന്റെ തന്നെ ആ ടിക്കറ്റ് കൊടുക്കും. അപ്പോഴാണ് അവൻ അത് വാങ്ങിക്കാതെ ഇവൻ പോയില്ലേ പിന്നെ അവളുടെ കൂടെ ആര് പോകും ചോദിക്കുമ്പോൾ ലീവും എങ്കിൽ പിന്നെ ഇവ രണ്ടും ഒറ്റയ്ക്ക് എന്തായാലും പോയിക്കോളാം പറയും. അതോടെ ചെന്ന ടിക്കറ്റ് വാങ്ങിച്ചിട്ട് എൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എങ്ങനെയൊക്കെ സമയപ്പിച്ച് പോയിക്കോളാം എന്നതിന് അവൻ തന്നെ വാങ്ങിച്ചു ചോദിക്കും. അങ്ങനെ അതിനുശേഷം ഇവിടെ സെൻജിങ്ങും വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചാണ് ഇവർക്ക് പരസ്യത്തിന് ഷൂട്ടിംഗ് എടുക്കാൻ വേണ്ടി ഒരു മോഡൽ അവിടെ എത്തിക്കാണത്തില്ല. കാരണം അവന് കണ്ണുവേനയെന്ന് പറഞ്ഞ് ആശുപത്രി പോയി. പക്ഷെ ഇതേ സമയം ഇവർക്കും കണ്ണു വെച്ചുള്ള ഒരു പരസ്യമാണ് എടുക്കേണ്ടത്. അങ്ങനെ അടുത്ത ആര് ഒപ്പിക്കുന്ന പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ലീവ് അവിടേക്ക് വന്നുടനെ പെട്ടെന്ന് ഇവൾ സന്തോഷത്തി നമുക്കൊരു മോഡലിനെ കിട്ടിയെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് അങ്ങ് ഇരുത്തും. അതുകൊണ്ട് അവന് ഷോക്കായി ഞാനോന്ന് പറഞ്ഞ് അവൻ മൊത്തത്തിൽ അങ്ങ് പെട്ടും. അങ്ങനെ അതിനുശേഷം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവനെ ക്യാമറയെ മാത്രം ഫോക്കസ് ചെയ്യാൻ പറയും. പക്ഷെ ഇവന്റെ കണ്ണ് നേരെ പോകുന്ന സെൻജിങ്ങിന്റെ അടുത്തേക്ക്. അതുകൊണ്ട് ഡയറക്ടർ അത് മനസ്സിലാക്കി അടുത്ത പ്രാവശ്യം ക്യാമറ തന്നെ നോക്കണം എന്ന് പറയുമ്പം വീണ്ടും അവൻ അവളെ തന്നെ നോക്കുന്നുണ്ട്. അവൾക്കും ചിരി വരും. അതിനുശേഷം അടുത്ത ദിവസം ചെന്ന് മറ്റവളുടെ കൂടെ ഡേറ്റിന് പോകുമ്പം അവളാണ് ഇവന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ലീവിന് ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. പക്ഷെ ഇവൻ ആ കാര്യം ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവന് ഫോൺ എടുത്ത് ടാവോ ഒറ്റയ്ക്കപ്പം മ്യൂസിക് ഷോയ്ക്ക് പോയെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവൾക്ക് മെസ്സേജും വിളിച്ചു നോക്കിയാലും അവളുടെ ഒരു അനക്കവും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഇവൻ വെപ്രാളപ്പെടുമ്പം അവള് ലീവിന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വരും. അങ്ങനെ ആ സമയം അവൻ പെട്ടെന്ന് ഫുഡിനുള്ള പൈസയൊക്കെ പേ ചെയ്തിട്ട് അവന്റെ ചെലവെന്ന് പറഞ്ഞ് അവന് അത്യാവശ്യം ഒരു കാര്യമാണെന്ന് പറഞ്ഞ് സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് അവൻ നേരെ മ്യൂസിക് ഷോ കാണാൻ വേണ്ടി ചെല്ലുമ്പം അവിടുത്തെ സെക്യൂരിറ്റി ആണ് ഇവന്റെ അടുത്ത് ടിക്കറ്റ് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവന് ബാഗിൽ നിന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടി പോകുമ്പം ആ സമയത്ത് ടാവോ ഇവനെ കണ്ട് അടുത്തേക്ക് വരും. അപ്പോഴാണ് അവനും ഇവളെ കണ്ട് ആശ്വാസത്തി ഇത്ര സമയം ഇവളെന്തോ കാണാതെ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവന് ലീവ് വരാത്തോണ്ട് ഇവൾ അതോർത്ത് കാര്യമായിരിക്കും നാം വിചാരിച്ചെന്ന് പറയും. അപ്പോഴാണ് അവൾ ദേഷ്യത്തി അവൾ എന്തിന്റെ കാര്യമാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവന് നിനക്ക് ലീവോനല്ല ഇഷ്ടം എന്ന് പറഞ്ഞ് തിരിച്ച് ചോദിക്കുമ്പോൾ തന്നെ അവൾ ഇവൻ എന്ത് മണ്ടത്തരെ വിചാരിച്ചു വെച്ചേക്കെന്ന് പറഞ്ഞ് ആദ്യം ഷോ കാണാൻ വേണ്ടി ഇവനെ വിളിക്കാനായിരുന്നെന്ന് അറിയാം. പക്ഷെ ഇവൻ ഡേറ്റിനൊക്കെ പോയതുണ്ടല്ലേ അവനെ വിളിച്ചെന്ന് പറയുമ്പോൾ തന്നെ അവനും ചെറിയ സന്തോഷമായിട്ട് എങ്കിൽ പിന്നെ നമുക്കിപ്പോൾ മ്യൂസിക് ഷോ കാണാൻ പറഞ്ഞ് അവളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. അതേസമയം തന്നെ ഇവിടെ ബിസിനസ് കാര്യമായിട്ട് കുറെ പരസ്യം ചെയ്യുന്ന കമ്പനി പുറത്ത് ഒരു പാർട്ടി വെച്ച് കാണും. അങ്ങനെ അവിടെ വെച്ച് സെൻജിങ്ങും അവളുടെ എക്സ് ഹസ്ബൻഡിനെ കണ്ടുമുട്ടുമ്പോൾ അവൾ മൈൻഡ് ചെയ്യാതിരിക്കും. പക്ഷെ അവനാണ് ഇവളെ കണ്ട് അടുത്തേക്ക് വന്നിട്ട് ഈ ഇടയ്ക്കായിട്ട് കണ്ണിന് വെച്ച് ചെയ്ത പരസ്യം അവന്റെ ഐഡിയ എന്ന് പറയും. അങ്ങനെ അത് കോപ്പി ചെയ്യാൻ ഇവൾക്ക് നാണില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾക്കാണ് ദേഷ്യം വന്നിട്ട് അവൾ ആരെയും കോപ്പി അടിച്ചല്ലേ ചെയ്ത് ഇവരുടെ കസ്റ്റമർ എന്തോന്ന് പറഞ്ഞ് അതും ബോസ് പറഞ്ഞു വെച്ചാൽ ഇവൾ ചെയ്തേന്ന് പറയും. അതുകൊണ്ട് ഇവനെല്ലാം പ്രശ്നമുണ്ട് അത് ആ കസ്റ്റമറിനോട് സംസാരിക്കുന്ന പറഞ്ഞ് ഇവൾ അവോയ്ഡ് ചെയ്തിട്ട് അങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം അവളുടെ ബോസിനോട് ഇപ്പൊ ഈ കാര്യം അറിഞ്ഞുകൊണ്ട് മറ്റേ സെയിം ഐഡിയ തന്നെ എന്തിനാ നമ്മുടെ പരസ്യത്തിനകത്ത് യൂസ് ചെയ്തതെന്ന് ഇവളിപ്പോ ചോദിക്കുമ്പം അവളുടെ ബോസാണ് കസ്റ്റമർ ആവശ്യപ്പെടുന്ന നമുക്ക് പരസ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. പക്ഷെ ഇവൾക്ക് അത് ഒട്ടും തന്നെ താല്പര്യമില്ല മറ്റുള്ള ഐഡിയ ഒക്കെ കോപ്പി അടി ചെയ്യാൻ. അതുകൊണ്ട് അവൾക്ക് ഇതൊരു മാറ്റം വരുത്താൻ പറ്റുമെന്ന് പറയുമ്പം അങ്ങേരെ ഒന്നും കേൾക്കാതെ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കസ്റ്റമർ കയ്യിൽ നിന്ന്
പോകുമെന്ന് പറഞ്ഞ് ഇതവള് മനസ്സിലാക്കണമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ സെൻജിങ്ങിനെ തൊട്ടുന്നതിന് ഇഷ്ടപ്പെടാതെ അവൾ കുറച്ച് ദേഷ്യത്തിലൊക്കെ അവിടെ നിന്ന് പോകും. ഇതേ സമയം വീട്ടിൽ വെച്ച് ലീവും ആണ്. സെൻജിങ് ഇതുവരെ വീട്ടിൽ വരാത്തോണ്ട് അവൾക്ക് മെസ്സേജും ഫോണൊക്കെ വിളിച്ചു നോക്കും. പക്ഷെ അവൾ എടുക്കാത്തോണ്ട് ഇവൻ പുറത്തേക്ക് അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് അവൾ വാതിലിന്റെ അവിടേക്ക് വന്ന് ഇവനെ ഹഗ് ചെയ്യും. അപ്പോഴാണ് അവനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവള് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞ് ഇവനെ ഹഗ് ചെയ്ത് അതൊക്കെ മാറും പറയും. അതുകൊണ്ട് ലീവ് നീ പതിയെ വർക്കിനെ കയറിയാൽ മതി എന്ന് അവൾ അഡ്വൈസ് ചെയ്യുമ്പോൾ അവനും അതൊന്നും പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് വർക്കിനെ അറിയാലേ ഇവളെ കല്യാണം കഴിച്ച് സെറ്റിലാകാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ അത് കേട്ട് അവൾ നനച്ചിട്ട് അതിനുമ്പ് ഇതിനൊക്കെ പ്ലാൻ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവനും ചെറിയ ടെൻഷന് ചേച്ചിക്ക് അത് സമ്മതില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾ അത്രയ്ക്ക് മോശക്കാരില്ലെന്ന് പറയുമ്പോൾ ഇവനെങ്കിൽ പിന്നെ ക്ഷീണിച്ചിരിക്കുകയാണ് നടക്കണം എന്ന് പറഞ്ഞിട്ട് അവളെ പൊക്കിയെടുത്തോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ദിനേശ് എന്തൊക്കെ സംഭവിക്കുമോ നമുക്ക് വെയിറ്റ് ചെയ്ത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണാം. Last time we talked, you had nothing to say. You chose to walk, give what we had away. I hope you get